ഹലോ എവ്രി വൺ, ഇതൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഡേറ്റ അനലിറ്റിക്സിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഡേറ്റ അനലിറ്റിക്സിൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ്, ടൂൾസ്, ടെക്നിക്സ് എല്ലാം ഈസിയായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈ സീരീസ് കൊണ്ട് പറ്റും. ഈ വീഡിയോയിൽ ടൂൾസ് ആൻഡ് ടെക്നോളജീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റ അനാലിസിസിലും വിഷ്വലൈസേഷനും കോമൺലി യൂസ് ചെയ്യുന്ന ടൂൾസ്. സോ ദ ഫസ്റ്റ് ടേം ഈസ് എക്സൽ. എക്സൽ ബേസിക് ഡേറ്റ മാനിപ്പുലേഷനും വിഷ്വലൈസേഷനും ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ടൂളാണ്. ഫോർ എക്സാമ്പിൾ, സെയിൽസ് ഡേറ്റ ഫിൽറ്റർ ചെയ്യുക, പിവോട്ട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക, സിമ്പിൾ ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നിവ എക്സലിൽ ഈസിയാണ്. ദ സെക്കൻഡ് വൺ ഇസ് പൈത്തൺ. പൈത്തൺ ഡേറ്റ അനാലിസിസിനും മെഷീൻ ലേണിങ്ങിനും വൈഡ്ലി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ലൈബ്രറീസ് ലൈക്ക് പാണ്ടാസ് ഫോർ ഡേറ്റ മാനിപ്പുലേഷൻ, നംപൈ ഫോർ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് ആൻഡ് മാറ്റ്പ്ലോട്ലിബ് ഫോർ ഡേറ്റ വിഷ്വലൈസേഷൻ പൈത്തൻ്റെ പവർ എൻഹാൻസ് ചെയ്യുന്നു. ഇത് ടേംസ് അണ്ടർ ടൂൾസ് ആൻഡ് ടെക്നോളജീസിൽ വരുന്ന സെക്കൻഡ് വീഡിയോ ആണ്. സോ ഹിയർ വി ടോക്ക് അബൌട്ട് ആർ, which is a tool for statistical computing and graphics. റിസർച്ച് ഫീൽഡ്സിലും അക്കാഡമിക് പർപ്പസസിനും ആർ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക, അഡ്വാൻസ്ഡ് ഡേറ്റ വിഷ്വലൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുക എന്നിവ ആറിൽ നല്ല എഫക്റ്റീവായി ചെയ്യാം. Power BI and Tableau are visualization tools. These tools help create interactive dashboards and share insights visually. സോ പവർ ബി ഐ അല്ലെങ്കിൽ ടാബ്ലോ എന്ന് പറയുന്ന രണ്ട് ടൂൾസ് ഇൻ്ററാക്റ്റീവ് ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാനും ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാനും വിഷ്വലി ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സെയിൽസ് ട്രെൻഡ്സ് ആൻഡ് കസ്റ്റമർ ഡേറ്റ എലഗൻറ്റ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ ടാബ്ലോ ഓർ പവർ ബി ഐ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സെയിൽസ് ട്രെൻഡ്സ് ആൻഡ് കസ്റ്റമർ ഡേറ്റ എലഗൻറ്റ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ ടാബ്ലോ ആൻഡ് ഓർ പവർ ബി ഐ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടേം ഈസ് ഹെഡൂപ്പ് ആൻഡ് സ്പാർക്ക്, വിച്ച് ആർ ബിഗ് ഡേറ്റ പ്രോസസ്സിംഗ് ഫ്രെയിംവർക്ക്സ്. മാസീവ് ആയിട്ടുള്ള ഡേറ്റ സെറ്റ്സ് പ്രോസസ്സ് ചെയ്യാൻ ട്രഡീഷണൽ ടൂൾസിന് വേണ്ടിയ പ്രോക്സി ടൂൾസാണ് ഹെഡൂപ്പും സ്പാർക്കും. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ മീഡിയസിലെ മില്യൺസ് ഓഫ് യൂസർ ഡേറ്റാസില്ലേ, അത് സ്റ്റോർ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഹെഡൂപ്പിനും സ്പാർക്കും ഉപയോഗിക്കുന്നു. Some of the mostly used terms which come under data collection and storage are data warehouse, data lake, ETL, API, etc. So data collection is the process of gathering information, data and storing it safely so it can be used later. അതായത് ഡേറ്റ കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്ന നമുക്കുള്ള ഇൻഫർമേഷൻ അത് ലേറ്റർ യൂസ് ചെയ്യാൻ സേഫായിട്ട് ഒരിടത്ത് വയ്ക്കുന്ന പ്രോസസ്സിനെയാണ് ഡേറ്റ കളക്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ കമ്പനി കളക്ട്സ് കസ്റ്റമർ ഡീറ്റെയിൽസ് ലൈക്ക് ഫോൺ നമ്പേഴ്സ് ഓർ പർച്ചേസ് ഹിസ്റ്ററി ആൻഡ് സ്റ്റോർസ് ദം ഇൻ എ ഡേറ്റാബേസ് ഫോർ ഫ്യൂച്ചർ അനാലിസിസ്. അതായത് ഒരു കമ്പനി അവരുടെ കസ്റ്റമർ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫോൺ നമ്പേഴ്സ് അല്ലെങ്കിൽ പർച്ചേസ് ഹിസ്റ്ററി ഒക്കെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യും എവിടെ, ഒരു ഡേറ്റാബേസിൽ ഫോർ ഫ്യൂച്ചർ അനാലിസിസ്. The term data lake stores all types of data, both structured, which is organized, and unstructured, which is messy, in one place. It's like a giant storage space for information that might be used for analysis later. Data lake എന്ന് പറയുന്നത് structured data, അതെന്താണ്, ഓർഗനൈസ്ഡും ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ വിച്ച് ആർ മെസ്സി ലൈക്ക് ഇമേജസ്, വീഡിയോസ് എല്ലാം ഒരുമിച്ച് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസാണ് എന്ത്, ഡേറ്റ ലേക്ക്. ഇതിനെ ഒരു വലിയ ലേക്കിനെ പോലെ ഇമാജിൻ ചെയ്യാം, വെയർ ക്ലീൻ വാട്ടർ സ്ട്രക്ചേർഡ് ഡേറ്റ ആൻഡ് മഡി വാട്ടർ അൺസ്ട്രക്ചേർഡ് ഡേറ്റ കോ എക്സിസ്റ്റ് ചെയ്യുന്നത്. ദ ടേം ETL stands for extract, transform and load, which is a process where data is first collected, that is extracted, then cleaned or formatted, that is transformed, and then stored in a database or warehouse where it is loaded. It ensures that the data is accurate and ready for analysis. അതായത് ETL പ്രോസസ്സ് എന്ന് പറയുന്ന 3 സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് ഇസ് ടു എക്സ്ട്രാക്ട്, ദാറ്റ് ഈസ് ഡേറ്റ ഗ്യാദർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഡിഫറെൻറ്റ് സോഴ്സസ് ലൈക്ക് വെബ്സൈറ്റ്സ് ഓർ ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് ഡേറ്റ ക്ലീൻ ചെയ്യുന്നത്. കളക്റ്റഡ് ഡേറ്റ എറേഴ്സ് റിമൂവ് ചെയ്യുന്നതും ഫോർമാറ്റ് ചെയ്യുന്നത് ലൈക്ക് പീലിംഗ് ആൻഡ് കട്ടിംഗ് ഫ്രൂട്ട്സ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ലോഡിംഗ്, ദാറ്റ് ഈസ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഫൈനലി ക്ലീൻ ചെയ്ത ഡേറ്റ സേഫായിട്ട് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യും ഫ്യൂച്ചർ അനാലിസിസിന്. The term API, which is Application Programming Interface, is a way for two different systems or applications to communicate with each other and share data. അതായത് API ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് which allows two systems or applications to share data.
എക്സാമ്പിൾ, നിങ്ങളൊരു ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്യുമ്പോൾ API ഈസ് ദ ടൂൾ ദാറ്റ് കണക്ട്സ് ദീസ് പ്ലാറ്റ്ഫോംസ് ആൻഡ് എക്സ്ചേഞ്ചസ് ലോഗിൻ ഡീറ്റെയിൽസ്. അതായത് API ഒരു ടൂളായിട്ട് വർക്ക് ചെയ്ത് ദീസ് ടു പ്ലാറ്റ്ഫോംസ്, ഏതൊക്കെ ഇൻസ്റ്റാഗ്രാമും ഗൂഗിൾ അക്കൗണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നതും ലോഗിൻ ഡീറ്റെയിൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും. The term SQL, that is Structured Query Language, is a programming language used to interact with databases. അതായത് SQL ഒരു ലാംഗ്വേജ് ആണ്. ഡേറ്റാബേസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് SQL യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ യൂസ് SQL to find out how many students scored about 90% in an exam. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 100 സ്റ്റുഡൻസ് ഉള്ളൊരു ഡേറ്റാബേസിൽ നിന്ന് ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ഹൂ സ്കോർഡ് അബവ് 90%, SQL ക്വയറീസ് റൺ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട്സ് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ഹിയർ ആർ സം മോസ്റ്റ്ലി യൂസ്ഡ് ഡേറ്റ ടേംസ് വിച്ച് കം അണ്ടർ ഡേറ്റ ടൈപ്സ്, and some of those data types are quantitative data, qualitative data, structured data, unstructured data, semi-structured data, and big data. Talking about quantitative data represents numerical information that answers questions like how much, how many, or how often. Quantitative data എന്നത് നമ്പേഴ്സ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഇത് ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ഓഫൻ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയാണ്. തിങ്ക് ഓഫ് ഇറ്റ് ആസ് എനിത്തിങ് യു ക്യാൻ കൗണ്ട്, മെഷർ ഓർ കാൽക്കുലേറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. എക്സാമ്പിൾ 30 സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് ഇസ് എ കൗണ്ട്. യുവർ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് വിച്ച് ഈസ് 160 സെൻറ്റിമീറ്റർ ഈസ് അഗെയിൻ എ കൗണ്ട്. ടൈം യു സ്പെൻഡ് സ്റ്റഡിങ് എവറി ഡേ. എക്സാമ്പിൾ 2 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത്, പഠിക്കാൻ എടുക്കുന്ന സമയം, അതും ഒരു കൗണ്ടാണ്. മാർക്സ് യു സ്കോർഡ് ഇൻ ആൻ എക്സാം വിച്ച് ക്യാൻ ബി 85 ഔട്ട് ഓഫ് 100 ഓർ 60 ഔട്ട് ഓഫ് 100, അതും അഗൈൻ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയാണ്. Now quantitative data can be divided into 2 types, which are discrete data and continuous data. ഡിസ്ക്രീറ്റ് ഡേറ്റ ആൻഡ് കണ്ടിന്യൂസ് ഡേറ്റ. ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഹോൾ വാല്യൂ നമ്പർ ആയിരിക്കും, അതൊരു സ്പെസിഫിക് കൗണ്ട് ആയിരിക്കും. കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ബി മെഷേർഡ്, ദ ഡേറ്റ വിച്ച് ക്യാൻ ബി മെഷേർഡ്. സോ ഡിസ്ക്രീറ്റ് ഡേറ്റ ഇസ് എ ഹോൾ വാല്യൂ നമ്പർ, മീനിങ് തിങ്സ് യു ക്യാൻ കൗണ്ട്. ഫോർ എക്സാമ്പിൾ, ദ നമ്പർ ഓഫ് ബുക്സ് യു ഓൺ ഓർ ദ നമ്പർ ഓഫ് കാർസ് ഇൻ എ പാർക്കിംഗ് ലോട്ട്. ഇതിനൊന്നും ഡെസിമൽസും ഫ്രാക്ഷൻസും ഇല്ല, ഒരു സ്പെസിഫിക് കൗണ്ട് മാത്രം ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൺസേർട്ട് അറ്റൻഡ് ചെയ്ത 20 പേര്, ആ എക്സാക്ട് കൗണ്ട് 20 പേരെയാണ്, അതാണ് ഒരു ഡിസ്ക്രീറ്റ് ഡേറ്റ. കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുമ്പം അത് മെഷർ ചെയ്യാൻ പറ്റും, ലൈക്ക് ടൈം, വെയ്റ്റ് ഓർ ടെമ്പറേച്ചർ. ഡെസിമൽസും ഫ്രാക്ഷൻസും ഉണ്ടായിരിക്കും ആസ് ഇറ്റ്സ് മോർ പ്രിസൈസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ് ഒരു 160.5 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഡേറ്റയാണ്. ഒരു റേസ് ടൈം പറയുകയാണെങ്കിൽ 9.87 seconds. ദീസ് ആർ ഓൾ കണ്ടിന്യൂസ് ഡേറ്റ. How is it used in data analytics? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിനും പ്രഡിക്ഷനും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സെയിൽസിൽ നമ്പേഴ്സ് ഉപയോഗിച്ച് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി എന്ന് കാണാൻ പറ്റും. സ്റ്റഡി അവേഴ്സ് എക്സാം സ്കോറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് അല്ല, വേർഡ്സ്, ലേബൽസ് ഓർ ഡിസ്ക്രിപ്ഷൻസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. സിംപ്ലി പറഞ്ഞാൽ വാട്ട് കൈൻഡ്, വിച്ച് ടൈപ്പ് ഓർ വാട്ട് കാറ്റഗറി, ഇതൊന്നും നമ്പേഴ്സ് അല്ല. എക്സാമ്പിൾ, ഫേവറേറ്റ് കളർ ഓഫ് സ്റ്റുഡൻസ്, ഏതൊക്കെ കളേഴ്സ് ആവാം, ബ്ലൂ, റെഡ്, ഗ്രീൻ അങ്ങനെ ആവാം. ടൈപ്പ് ഓഫ് ക്യൂസൈൻസ് പീപ്പിൾ ലൈക്ക് ഇറ്റാലിയൻ ആവാം, നമ്പർ ആവാം, ചൈനീസ് ആവാം. കസ്റ്റമർ ഫീഡ്ബാക്ക്, ഗുഡ്, ബാഡ്, ആവറേജ് അങ്ങനെ ആവാം. ജെൻഡർ ഓഫ് എംപ്ലോയീസ്, മെയിൽ, ഫീമെയിൽ, നോൺ ബൈനറി അങ്ങനെ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, നോമിനൽ ആൻഡ് ഓർഡിനൽ. നോമിനൽ ഡേറ്റ ഒരു സ്പെസിഫിക് ഓർഡറിലായിരിക്കും, ഓർഡിനൽ ഡേറ്റ ഒരു സ്പെസിഫിക് ഓർഡറിലല്ലായിരിക്കും. ഇതാണ് മെയിൻ ഡിഫറൻസ്. സോ നോമിനൽ ഡേറ്റ ഈസ് എ കാറ്റഗറിക്കൽ ഡേറ്റ വിത്തൗട്ട് എനി സ്പെസിഫിക് ഓർഡർ ഓർ റാങ്കിങ്. ഇറ്റ്സ് ജസ്റ്റ് ലേബൽസ് ഓർ നെയിംസ്. എക്സാമ്പിൾ, ബ്ലഡ് ഗ്രൂപ്പ്സ് എ ബി, എ ബി ഒ, ഇതൊരു ഓർഡർ ആവണമെന്നില്ലല്ലോ. എയോ ബിയോ എ ബിയോ ഓ പോസിറ്റീവോ ഒക്കെ ആവാം. ഐ കളർ ബ്രൗൺ, ബ്ലൂ, ഗ്രീൻ, ഇതൊന്നും ഓർഡർ ആകണമെന്നില്ല. സോ ദാറ്റ് ഈസ് നോമിനൽ. ആൻഡ് ഓർഡിനൽ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഓർഡർ അല്ലെങ്കിൽ റാങ്കിങ് ഉണ്ടാവും. എക്സാമ്പിൾ, കസ്റ്റമർ ഫീഡ്ബാക്ക് പുവർ, ആവറേജ്, ഗുഡ്, എക്സലൻറ്റ്, ഒരു ഓർഡറിലാണ് പോകുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഹൈസ്കൂൾ, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇതാണ് ഓർഡിനലുമായിട്ടുള്ള ഡിഫറൻസ്. സോ ദീസ് ആർ ദ ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ്.
How qualitative data is used in data analytics. Qualitative data is helpful to understand categories, preferences and behaviors. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എ ബിസിനസ് ക്യാൻ സ്റ്റഡി കസ്റ്റമർ ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് സർവീസസ്. ഒരു കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് ആൻഡ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ആ ഒരു ബിസിനസ്സിൻ്റെ സർവീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഗുഡാണോ ബാഡാണോ ആവറേജ് ആണോ എന്ന് പറഞ്ഞ്. സോ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഹെൽപ്ഫുൾ ആവുന്നത് ഒരു ബിസിനസ്സിൽ. ഒരു സ്കൂളിൽ സ്കൂൾ ക്യാൻ അനലൈസ് ഫേവറേറ്റ് സബ്ജക്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻറ്റ് പ്രിഫറൻസസ്. സോ അവിടെ പ്രിഫറൻസ് നോക്കുന്നു സ്റ്റുഡൻസിൻ്റെ എന്തനുസരിച്ച് അനലൈസിങ് ഫേവറേറ്റ് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന്. എ കമ്പനി ക്യാൻ ഗ്രൂപ്പ് employees based on department or role is another example. Structured data and unstructured data. Structured data is organized in rows and columns and follows a clear format. Unstructured data does not have a predefined format or organization. Structured data എന്നത് പ്രോപ്പർ റോസ് ആൻഡ് കോളംസിൽ ഓർഗനൈസ് ചെയ്ത ഡേറ്റയാണ്. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ ടേബിൾ ഇൻ എക്സൽ ഓർ ഡേറ്റാബേസസ് വെയർ എവറി പീസ് ഓഫ് ഇൻഫർമേഷൻ ഫിറ്റ്സ് നീറ്റ്ലി. ആൻഡ് ഇൻ അൺസ്ട്രക്ചേർഡ് ഡേറ്റ ഫോർമാറ്റോ പ്രീഡിഫൈൻഡ് സ്ട്രക്ചറോ ഇല്ല. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് റാൻഡം പൈൽസ് ഓഫ് ഇൻഫർമേഷൻ ലൈക്ക് ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ്, ഓഡിയോ that don't fit into rows and columns. ഒരു സ്ട്രക്ചേർഡ് ഡേറ്റയിൽ ഒരു സ്ട്രക്ചർ കാണും. അതൊരു റോസ് ആൻഡ് കോളംസിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് കരുതുക. ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഇല്ല. ലൈക്ക് അതൊരു റാൻഡം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. ടെക്സ്റ്റ് ആവാം, ഇമേജസ് ആവാം, വീഡിയോസ് ആവാം, ഓഡിയോ ആവാം. ആൻഡ് ദാറ്റ് ഡു നോട്ട് ഫിറ്റ് ഇൻ ടു റോസ് ആൻഡ് കോളംസ്. സ്ട്രക്ചേർഡ് ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ് എ സ്റ്റുഡൻറ്റ് ഡേറ്റാബേസ് വിത്ത് കോളംസ് ലൈക്ക് നെയിം, ഏജ്, ഗ്രേഡ്. റിലേഷണൽ ഡേറ്റാബേസ് ആയ MySQLലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ് ഇമെയിൽസ് വിത്ത് ടെക്സ്റ്റ് പ്ലസ് അറ്റാച്ച്മെൻറ്റ്സ് ഉള്ള ഇമെയിൽസ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വിത്ത് കമൻറ്റ്സ്, ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. ഇതൊക്കെയാണ് അൺസ്ട്രക്ചേർഡ് ഡേറ്റയ്ക്ക് എക്സാമ്പിൾ. സെമി സ്ട്രക്ചേർഡ് ഡേറ്റ. Semi-structured data is partially organized, often stored in formats like tags or hierarchies. Semi-structured data partially organized ആണ്. സ്ട്രക്ചർ ഉണ്ട് ബട്ട് നോട്ട് ആസ് റിജിഡ് ആസ് റോസ് ആൻഡ് കോളംസ്. സ്ട്രക്ചർ ഉണ്ട് പക്ഷേ റോസ് ആൻഡ് കോളംസ് പോലെ റിജിഡ് അല്ല. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ഡേറ്റ സ്റ്റോർഡ് ഇൻ ടാഗ്സ് ഓർ ഫോർമാറ്റ്സ്. ഒരു ടാഗ് അല്ലെങ്കിൽ ഫോർമാറ്റ്സിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയായിട്ട് കൺസിഡർ ചെയ്യുക. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന JSON ഫയൽ അല്ലെങ്കിൽ XML പോലെയുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സെമി സ്ട്രക്ചേർഡ് ഡേറ്റ ഫ്ലെക്സിബിൾ ആണ് ആൻഡ് ടൂൾസ് ലൈക്ക് പവർ BI ഓർ പൈത്തൺ ലൈബ്രറീസ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. So this table shows the type, description and examples of these datas. Quantitative data numerical and measurable ആണ്. Marks, height, time അതൊക്കെയാണ് എക്സാമ്പിൾസ്. Qualitative data descriptive and categorical ആണ്. Favorite color, customer feedback ആണ് എക്സാമ്പിൾസ്. Structured data organized rows and columns ആണ്. Relational databases, Excel tables ഒക്കെയാണ് structured dataയ്ക്ക് എക്സാമ്പിൾ. Unstructured data unorganized free form data ആണ്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇമെയിൽസ്. സെമി സ്ട്രക്ചേർഡ് ഡേറ്റ പാർഷ്യലി ഓർഗനൈസ്ഡ് ആണ്, ഫ്ലെക്സിബിൾ ഫോമാറ്റിലാണ്. JSON, XML ഒക്കെയാണ് എക്സാമ്പിൾസ്. Big data. Big data refers to large and complex data sets that cannot be processed using traditional tools. It involves data that is massive in size, speed and variety. ബിഗ് ഡേറ്റ എന്നതൊരു വലിയ ഡേറ്റ കളക്ഷനാണ്. അതായത് ട്രഡീഷണൽ ടൂൾസ് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര ഡേറ്റ. എക്സാമ്പിൾ ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ലൈക്ക് വാട്ട് ദേ ഹാവ് സെർച്ച്ഡ്, ബോട്ട്, ഫീഡ്ബാക്ക് ആൻഡ് മോർ. ബിഗ് ഡേറ്റേൻ്റെ 3 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വോള്യൂം, വെറൈറ്റി ആൻഡ് വെലോസിറ്റി. And the volume refers to the massive amount of data generated. Example, YouTube creates terabytes of data every second. The amount of data unimaginably large. വോള്യൂം എന്നത് ഡേറ്റയുടെ വലിയ തോതിനെ സൂചിപ്പിക്കുന്നു. സോ ഉദാഹരണം, യൂട്യൂബിൻ്റെ ഒരു സെക്കൻഡിൽ ടെറാബൈറ്റ്സ് ഓഫ് ഡേറ്റയാണ് ജനറേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഈസ് വെലോസിറ്റി, the speed at which the data is generated and collected. Example, live streaming platforms, stock market updates. Data arrives in real time or at high speed. വെലോസിറ്റി ഡേറ്റ അറൈവ് ചെയ്യുന്ന വേഗതയെ സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ ഓരോ സെക്കൻഡിലും ഡേറ്റ അപ്ഡേറ്റ് ആകുന്നു. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും അപ്ഡേറ്റ് ആവുന്ന ചേഞ്ചസ്. ദ തേർഡ് വൺ ഈസ് വെറൈറ്റി, റെഫേഴ്സ് ടു ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡേറ്റ, സ്ട്രക്ചേർഡ്, unstructured or semi-structured, and the example is social media,
post images, videos, and censor data. So variety itself means it is different types of, right? So different types of data like text, images, videos, sensor data, etc. വെറൈറ്റി ഡേറ്റയുടെ പലതരം വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഫേസ്ബുക്കിൽ ഉള്ള ഫോട്ടോസ്, കമൻറ്റ്സ്, ലൈക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഡേറ്റ ഫോർമാറ്റ്സ്. Why do you think big data is important? Big data helps in better decision making by analyzing patterns, trends and behaviors. Big data analyze ചെയ്യുന്നത് ബിസിനസ്സിന്, ഗവൺമെൻറ്റ്സിന് ഓർ ഈവൻ ഇൻഡിവിജ്വൽസിനെ ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നെറ്റ്ഫ്ലിക്സ് യൂസസ് ഡേറ്റ ടു റെക്കമെൻഡ് ഷോസ്. നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ കാണുന്ന ഡേറ്റ അനുസരിച്ച് അത് അനലൈസ് ചെയ്ത് നമുക്ക് വേണ്ട സീരീസൊക്കെ റെക്കമെൻഡ് ചെയ്ത് തരുന്നില്ലേ? ഹോസ്പിറ്റൽസ് പേഷ്യൻസിൻ്റെ റെക്കോർഡ് പരിശോധിച്ച് ഡിസീസസ് പ്രിഡിക്റ്റ് ചെയ്യുന്നു. കമ്പനീസ് കസ്റ്റമർ ബിഹേവിയർ സ്റ്റഡി ചെയ്തിട്ട് പ്രൊഡക്ട്സ് ഇംപ്രൂവ് ചെയ്യുന്നു. ഹൗ ഇസ് ബിഗ് ഡേറ്റ പ്രോസസ്ഡ്? ദ ബിഗ് ഡേറ്റ ഇസ് പ്രോസസ്ഡ് യൂസിങ് സ്പെഷ്യലൈസ്ഡ് ഫ്രെയിംവർക്ക്സ് ആൻഡ് ടൂൾസ് ലൈക്ക് ഹഡൂപ്പ് ആൻഡ് സ്പാർക്ക്. ലൈക്ക് ഹഡൂപ്പ് ലാർജ് ഡേറ്റ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ക്ലസ്റ്റർ സിസ്റ്റംസ് ഉപയോഗിക്കുന്ന ടൂളാണ്. സ്പാർക്ക് റിയൽ ടൈം പ്രോസസ്സിംഗ് ചെയ്യുന്നവർക്കും ഡേറ്റ അനലൈസ് ചെയ്യുന്നവർക്കും ഉപയോഗപ്രദമാണ്. So Hadoop and Spark are the frameworks and tools used, and this is how it is processed. Mostly used terms which come under data cleaning and data preparation are data wrangling, missing values, outliers, normalization, standardization, imputation, and etc. So what is data cleaning and data preparation? It is the process of organizing, correcting and enhancing raw data to make it ready for analysis. Data cleaning and preparation എന്നത് റോ ഡേറ്റ അനലൈസ് ചെയ്യാൻ അനുയോജ്യമാക്കുന്ന പ്രോസസ്സിനെയാണ്. ഇത് ഡേറ്റ ഓർഗനൈസ് ചെയ്യാനും എറേഴ്സ് റിമൂവ് ചെയ്യാനും മിസ്സിംഗ് ഇൻഫർമേഷൻസ് ഫിൽ ചെയ്യാനും സഹായിക്കുന്നു. ദിസ് step is crucial in data analytics because clean and accurate data ensures reliable and meaningful results. അതായത് ഡേറ്റ അനലിറ്റിക്സിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. കാരണം എന്താണ്? നമ്മൾ കളക്ട് ചെയ്യുന്ന റോ ഡേറ്റ കൃത്യമായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ആണെങ്കിൽ മാത്രമാണ് അനാലിസിസിന് മീനിങ് റിസൾട്ട്സ് തരാൻ കഴിയൂ. അതർവൈസ് അനാലിസിസ് മിസ്ലീഡിങ് ആകാം, അഥവാ ഒരു കംപ്ലീറ്റ് പിക്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ദിസ് പ്രോസസ് ഈസ് ലൈക്ക് ഓർഗനൈസിങ് ആൻഡ് പോളിഷിംഗ് റോ മെറ്റീരിയൽസ് before building something valuable. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ആൻ ആർട്ട് പ്രൊജക്റ്റ്. ഒരു ആർട്ട് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഫസ്റ്റ് യു വിൽ ക്ലീൻ ദ വർക്ക് സ്പേസ് അല്ലേ? സോർട്ട് ദ മെറ്റീരിയൽസ് എല്ലാം ഒന്ന് സോർട്ട് ചെയ്യും. മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് റെഡി ടു യൂസ് ചെയ്യാൻ പരുവത്തിനായോ എന്ന് നോക്കും. ഡേറ്റ ക്ലീനിങ് ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, പ്രിപ്പയറിംഗ് ദ ഡേറ്റ ഫോർ വാല്യുബിൾ ഇൻസൈറ്റ്സ്. The term data wrangling, it's like organizing your messy study desk before starting homework. അതായത് നമ്മളൊരു ഹോംവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്റ്റഡി ഡെസ്ക് ഒക്കെ ഒന്ന് മെസ്സി ആയിട്ട് കിടക്കുന്ന സ്റ്റഡി ഡെസ്ക് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യില്ലേ? അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. യു ക്ലീൻ ആൻഡ് അറേഞ്ച് ദ റോ ഡേറ്റ സോ ഇറ്റ്സ് റെഡി ഫോർ അനാലിസിസ്. നമ്മൾ റോ ഡേറ്റയെ ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും അനാലിസിസിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട്. The term missing values means when some data is missing, like forgetting to fill in your age on a form. It's a gap in the information, right? That needs to be fixed. So missing values എന്ന് പറയുന്നത് ഡേറ്റയിലുള്ള ഗ്യാപ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു സർവേയിൽ നിങ്ങളുടെ ഏജ് ഫില്ല് ചെയ്യാൻ മറന്നെന്ന് വിചാരിക്കുക. അതൊരു മിസ്സിംഗ് വാല്യൂ ആണ്. ഈ മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതില്ലെങ്കിൽ അനാലിസിസ് കറക്റ്റ് ആവില്ല. The term outliers are odd values that don't match the rest, like someone scoring 150 on a test when the maximum is 100. അതായത് ഒരു ടെസ്റ്റ് 100ൽ മാർക്സ് കിട്ടുന്ന കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് മാത്രം 150 കിട്ടുകയാണെന്ന് വിചാരിച്ചോ. സോ ദാറ്റ് ക്യാൻ ബി സെഡ് ആസ് an outlier. So 150 is the outlier there. The term normalization is adjusting data values to fit in a specific range, like converting all test scores to a 0 to 100 scale for easier comparison. Normalization എന്ന് പറഞ്ഞാൽ ഡേറ്റേനെ സെയിം റേഞ്ചിൽ കൊണ്ടുവരിക എന്നുള്ളത്. എക്സാമ്പിൾ, ഒരു ടെസ്റ്റിൽ ഒരു മാർക്സ് ഒരു 0 to 50 റേഞ്ചിലുള്ളത് ഒരു 0 to 100 റേഞ്ചിൽ കൺവേർട്ട് ചെയ്യുന്നതാണെങ്കിൽ സോ ഡേറ്റ കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. The term standardization is like equalizing everyone's starting point. So all data has a zero average and the same level of spread. That's variance. അതായത് ഇറ്റ്സ് ലൈക്ക് മേക്കിംഗ് എവറിത്തിങ് യൂണിഫോം. ഫോർ എക്സാമ്പിൾ, എല്ലാവരുടെയും ഹൈറ്റ് ഒരു ആവറേജ് 0 ആക്കി യൂണിറ്റ്സിലെ ഡിഫറൻസ് കുറയ്ക്കുന്ന പ്രോസസ്സാണ്. To give data uniformity. The term imputation is filling in missing data with an estimate, like assuming a student's age to be 16 if the most of the students in the class are 16.
ഇമ്പ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ മിസ്സിംഗ് ഡേറ്റ ഫിൽ ചെയ്യാൻ എസ്റ്റിമേറ്റ്സ് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ക്ലാസ്സിലെ അറ്റൻഡൻസ് റെക്കോർഡ് കൺസിഡർ ചെയ്യാം. സപ്പോസ് 10 ദിവസത്തെ ഡേറ്റ് എൻ്റർ ചെയ്തപ്പോൾ 2 ദിവസത്തെ അറ്റൻഡൻസ് റെക്കോർഡ് മിസ്സായെന്ന് വിചാരിക്കുക. സോ അവിടെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. ഇത് ഫിക്സ് ചെയ്യാൻ ആവറേജ് അറ്റൻഡൻസ് ഓഫ് ദ അതർ 8 ഡേറ്റ്സ് എടുത്ത് മിസ്സിംഗ് ഡേറ്റയെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു 35 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ മിസ്സിംഗ് ഡേയ്സിലെ അറ്റൻഡൻസ് 35 ഫിൽ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇമ്പ്യൂട്ടേഷനിൽ എസ്റ്റിമേറ്റ്സ് അപ്ലൈ ചെയ്ത് മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മേക്കിംഗ് ദ ഡേറ്റ സെറ്റ് റെഡി ഫോർ അനാലിസിസ്. Some of the mostly used terms which come under data analysis techniques are descriptive analytics, inferential analytics, predictive analytics, prescriptive analytics, and exploratory data analysis. The term descriptive analytics summarizes past data to explain what happened. അതായത് പാസ്റ്റ് ഡേറ്റ സമ്മറൈസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ്. ഫോർ എക്സാമ്പിൾ ക്ലാസ്മേറ്റ്സിൻ്റെ ആവറേജ് മാർക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ പെർഫോമൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. The term inferential analytics uses sample data to draw conclusions about a larger group. അതായത് സാമ്പിൾ ഡേറ്റ ഉപയോഗിച്ച് ഒരു പോപ്പുലേഷൻ്റെ കൺക്ലൂഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഇൻഫറൻഷ്യൽ അനലിറ്റിക്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 50 സ്റ്റുഡൻസിൻ്റെ സർവേ എടുത്തിട്ട് ഒരു ഫുൾ സ്കൂളിൻ്റെ ഒപ്പീനിയൻ അറിയാൻ കഴിയുന്നത് ഒരു ഇൻഫറൻഷ്യൽ അനലിറ്റിക്സ് ആണ്. The term predictive analytics predicts future trends based on current data. അതായത് കറണ്ട് ഡേറ്റ ഉപയോഗിച്ച് ഫ്യൂച്ചർ ട്രെൻഡ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് predictive analytics. ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഇയർ എക്സാം സ്കോർസ് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെക്സ്റ്റ് പെർഫോമൻസ് ഗെസ് ചെയ്യാൻ പറ്റും. The term prescriptive analytics suggests the best course of action based on data. അതായത് ഡേറ്റ അനലൈസ് ചെയ്ത് ബെസ്റ്റ് ആക്ഷൻ സജസ്റ്റ് ചെയ്യുന്നതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ പാസ്റ്റ് സ്കോർസ് ആൻഡ് ഫ്രീ ടൈം ഒരു സ്റ്റുഡൻസിൻ്റെ ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് ആണ്. The term exploratory data analysis or EDA involves analyzing data to discover patterns or unexpected results. അതായത് ഒരു ഡേറ്റയിലെ പാറ്റേൺസ് അല്ലെങ്കിൽ അനോമലീസ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് EDA or exploratory data analysis. ഫോർ എക്സാമ്പിൾ നൈറ്റ് ടൈം സ്റ്റഡി ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ മാർക്സ് ഹൈ ആയിരിക്കും എന്നുള്ള പാറ്റേൺ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് EDA ഉപയോഗിച്ചാണ്. Some of the mostly used terms which come under visualization and reporting are dashboard, scatterplot, heat map, histogram, storytelling with data, etc. So what do you mean by visualization and reporting? Visualization and reporting help us understand data better by representing it in visual formats like charts, graphs, and dashboards. Visualization and reporting ഡേറ്റയെ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ലോങ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്, വിഷ്വൽസ് മേക്ക് ഇറ്റ് ഈസിയർ ടു ഫൈൻഡ് പാറ്റേൺസ്, റിലേഷൻഷിപ്സ് ആൻഡ് ട്രെൻഡ്സ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് പ്ലെയിൻ നമ്പേഴ്സ് ഓർ ടേബിൾസ്, ചാർട്ട്സ്, ഗ്രാഫ്സ്, ഡാഷ്ബോർഡ്സ് പോലെയുള്ള വിഷ്വൽസ് ഡേറ്റയിൽ പാറ്റേൺസ്, റിലേഷൻഷിപ്സ്, ട്രെൻഡ്സ് കാണാൻ പറ്റുന്നു, ഈസി ആയിട്ട് പറ്റുന്നു. ഫോർ എക്സാമ്പിൾ സെയിൽസ് ഡേറ്റയിൽ ഗ്രോത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ ബാർ ചാർട്ട് യൂസ് ചെയ്യാം. കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ട്രെൻഡ്സ് ട്രാക്ക് ചെയ്യാൻ ലൈൻ ഗ്രാഫ് ഹെൽപ്പ് ചെയ്യാം. റിപ്പോർട്ടിംഗ് ആഡ്സ് കോണ്ടെക്സ്റ്റ് ബൈ സമ്മറൈസിംഗ് ഡേറ്റ ആൻഡ് പ്രൊവൈഡിംഗ് ഇൻസൈറ്റ്സ്, മേക്കിംഗ് ഇറ്റ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. റിപ്പോർട്ടിംഗ് ഇതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്, ഡേറ്റ സമ്മറൈസ് ചെയ്ത് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ, സോ ദാറ്റ് ഡിസിഷൻ മേക്കേഴ്സ് ഗെറ്റ് ക്ലിയർ ഇൻസൈറ്റ്സ്. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ വിഷ്വലൈസേഷൻ വിഷ്വലി ഡേറ്റയ്ക്ക് മീനിങ് ആഡ് ചെയ്യുന്നു, റിപ്പോർട്ടിംഗ് ആ ഡേറ്റ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസിഷൻ മേക്ക് ചെയ്യാനും ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. The term dashboard is a collection of interactive charts, graphs and visuals that summarize data in one place. അതായത് ഡേറ്റ സമ്മറൈസ് ചെയ്ത് സിംഗിൾ സ്ക്രീനിൽ ഇൻ്ററാക്റ്റീവ് ചാർട്ട്സ്, ഗ്രാഫ്സ് എക്സെട്ര കാണിക്കുന്നതിനെയാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടാബ്ലോ അല്ലെങ്കിൽ പവർ BI പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് ഒരു കമ്പനിയുടെ സെയിൽസ്, എക്സ്പെൻസ്, പ്രോഫിറ്റ്സ് ഒക്കെ കാണാൻ കഴിയും. ഈസി ആയിട്ട് സമ്മറി പ്രൊവൈഡ് ചെയ്യാനും ഡാഷ്ബോർഡിൽ കഴിയും. The term scatterplot is a graph that shows the relationship between two variables. Scatterplot ഒരു ഗ്രാഫാണ് വേർ 2 വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കാൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ഷോ ഹൗ ദ നമ്പർ ഓഫ് അവേഴ്സ് സ്റ്റഡീഡ് റിലേറ്റ്സ് ടു ദ മാർക്സ് സ്കോർഡ്. അതായത് അവേഴ്സ് സ്റ്റഡീഡ് വേഴ്സസ് മാർക്സ് സ്കോർഡ് എന്നിവയിലെ കണക്ഷൻസ് വിഷ്വലൈസ് ചെയ്യാൻ സ്കാറ്റർ പ്ലോട്ടിൽ പറ്റുന്നതാണ്.
The term heat map uses colors to show data intensity or differences. അതായത് ഹീറ്റ് മാപ്പ് ഡേറ്റയിൽ ഡിഫറൻസസ് കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ഷോ വിച്ച് റീജിയൻസ് ഹാവ് ദ മോസ്റ്റ് സെയിൽസ് വിത്ത് ഡാർക്കർ കളേഴ്സ് ഫോർ ഹയർ സെയിൽസ് ആൻഡ് ലൈറ്റർ കളേഴ്സ് ഫോർ ലോവർ സെയിൽസ്. അതായത് ഡാർക്കർ ഷെയ്ഡ്സ് യൂസ് ചെയ്ത് റീജിയൻസിൽ ഹൈ സെയിൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ലൈറ്റർ ഷെയ്ഡ്സ് ലോ സെയിൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. The term histogram is a graph that shows how often something happens. Histogram ഷോ ചെയ്യുന്നത് ഒരു വേരിയബിളിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് സ്കോർഡ് 0 to 50 മാർക്സ്, എത്ര പേര് 51 to 75, എത്ര പേര് എക്സെട്ര പാർട്ടീഷൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ ഹിസ്റ്റോഗ്രാമിൽ പറ്റും. This term is very important in data analytics, which is storytelling. Storytelling with data means explaining your analysis using visuals and a narrative to make it easy to understand. അതായത് ഡേറ്റ ഇൻസൈറ്റ്സ് വിഷ്വലി ആൻഡ് നറേറ്റീവ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സ്റ്റോറി ടെല്ലിംഗ് വിത്ത് ഡേറ്റ. ഫോർ എക്സാമ്പിൾ, instead of just showing numbers, you explain how sales increased over time and why. സെയിൽസ് ഡേറ്റയിൽ ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഗ്രാഫ്സ്, ചാർട്ട്സ് ഉപയോഗിച്ച് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്ത് പറയാവുന്നതാണ്. സം ഓഫ് ദ മോസ്റ്റ്ലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് ആർ മീൻ, മീഡിയൻ, മോഡ്, വേരിയൻസ്, കോറിലേഷൻ, റിഗ്രഷൻ, പി വാല്യൂ, അനാലിസിസ് ഓഫ് വേരിയൻസ്, എക്സെട്ര. First term, mean, is the average of a data set. Add all numbers and divide by the total count. So it is an average. If 3 friends watch Netflix for 10, 20 and 30 hours, the mean will be that 10 plus 20 plus 30 by the 3 friends, that is 3, equal to 60 by 20, which is 20, is the mean here. And secondly, the median, the middle value when the data is arranged in order. അതായത് ഡേറ്റ അറേഞ്ച് ചെയ്തിട്ട് മിഡിലുള്ള ടേം ആയിരിക്കും, മിഡിലുള്ള വാല്യൂ ആയിരിക്കും അതിൻ്റെ മീഡിയൻ. ഹിയർ ഫോർ എക്സാമ്പിൾ, അവേഴ്സ് ഇസ് ഈക്വൽ ടു 10, 20 and 30 and the middle term here is 20, so median is 20. Next is the term mode, the most frequently occurring value in a data set. ഡേറ്റയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാല്യൂ ആണ് മോഡ്. ഹിയർ 10, 10, 20, 30 is an example. So here 10 is repeating twice, so mode is 10. The term variance measures how far data points are spread from the average. Higher variance means more spread. ഡേറ്റ പോയിൻറ്റ്സ് ആവറേജിലേക്ക് എത്ര ഡിഗ്രി അടുത്ത് അല്ലെങ്കിൽ എത്ര ദൂരത്ത് സ്പ്രെഡ് ആണെന്ന് മെഷർ ചെയ്യുന്നതാണ് വേരിയൻസ്. ഫോർ എക്സാമ്പിൾ, സിറ്റി A ടെമ്പറേച്ചേഴ്സ് 20 degree Celsius, 21 degree Celsius, 22 degree Celsius. So it is a low variance. And city B temperature is 15 degree Celsius, 25 and 30 degree. So it is in high variance. The term correlation shows the relationship between two variables. Variables തമ്മിലുള്ള ഡയറക്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന മെഷറാണ് കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ, പോസിറ്റീവ് കോറിലേഷൻ, ആസ് വൺ ഇൻക്രീസസ് ദ അതർ ഇൻക്രീസസ്. എക്സാമ്പിൾ, സ്റ്റഡി അവേഴ്സ് ഇൻക്രീസസ്, മാർക്സ് ഓൾസോ ഇൻക്രീസസ്. And the negative correlation is as one increases the other decreases. Example, TV shows increases, the marks decreases. The term regression is used to predict one variable based on another. വേരിയബിളിലെ പാറ്റേൺ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റിഗ്രഷൻ. എക്സാമ്പിൾ, ആഡ് സ്പെൻഡ് $1,000 gives sales 500 units. Ad spend $2,000 gives sales 100,000 units. So it's the double and it shows the pattern. The term p-value helps determine if results are statistically significant. p-value ഒരു റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് കാണാൻ സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഗ്രൂപ്പ് എ വിത്ത് മെഡിസിൻ റിക്കവർ ചെയ്യുന്നത് 80% ആണെന്നും ഗ്രൂപ്പ് ബി വിത്തൗട്ട് മെഡിസിൻ റിക്കവർ ചെയ്യുന്നത് 50% ആണെന്നും കരുതുക. p-value ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ നമുക്ക് 3% എന്നാണ് കിട്ടുന്നത്. ഇത് 5%-നേക്കാളും കുറവാണ്. p-value ഹൈപ്പോത്തിസിസ് പ്രകാരം 5%-നേക്കാളും കുറവാണെങ്കിൽ അത് റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ മെഡിസിൻ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. p-value കാൽക്കുലേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പറയാം. ഇതൊരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് p-valueനെ കുറിച്ച്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി റിസൾട്ട് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ.
The term ANOVA or analysis of variance compares the means of multiple groups to check if differences are significant. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 3 ഗ്രൂപ്പ് സ്കൂളിൻ്റെ എടുത്തു, അത് ആവറേജ് മാർക്സ് 85%, 80%, 78% ആണ്. അപ്പം ഒരു അനോവ ടെസ്റ്റ് നടത്തുമ്പോൾ പി വാല്യൂ 0.05 ചെറുതാണെന്ന് കരുതുക, അതായത് 0.02 ആണെന്ന് കരുതുക. ഈ സ്കൂളിൻ്റെ ആവറേജ് മാർക്സ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്നാണ് അതിനർത്ഥം. സോ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലെ ആവറേജസ് കമ്പയർ ചെയ്യാനും സിഗ്നിഫിക്കൻസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാനുമാണ് അനോവ യൂസ് ചെയ്യുന്നത്. These are some of the commonly used terminologies in the field of data analytics. And as we dive deeper into the course day by day, we will come across many more terms and concepts. I hope this video has given you at least a basic understanding of some of these key terms. Thank you for watching and stay tuned.